നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും. മാർഗതടസ്സങ്ങൾ നീങ്ങുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. എന്നാൽ ഇതിൽ നിന്നും ഒരു പരിണത ഫലം എന്ന് പറയുന്നത് ഒരു പക്ഷേ 2017 സെപ്റ്റംബറിന് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരും. മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവലംബിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ നഷ്ടകഷ്ടങ്ങളെ കുറയ്ക്കുന്നതിന് ഉപകരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം, അഥവാ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട പരിശീലനത്തിന് ദൂരദേശ യാത്ര വേണ്ടി വരുവാനുള്ള യോഗമുള്ളതിനാൽ ബന്ധുഗൃഹത്തിലേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ 1-2 മാസം വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. ഒരു പക്ഷേ സുഹൃത്തിൻ്റെ ഗൃഹത്തിലേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. പുണ്യതീർത്ഥയാത്രകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ ചെയ്യുന്നത് അബദ്ധമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുകയും പദ്ധതികൾ സമർപ്പിക്കുന്നതൊക്കെ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ പലപ്പോഴും സഹപ്രവർത്തകരുടെ സഹായം വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണതയില്ലാത്തതിനാൽ പലപ്പോഴും പദ്ധതികളിൽ പൂർണ്ണത കുറയുമെന്നതിനാൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുകയായിരിക്കും നന്നാവുക. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. അശുഭ ലക്ഷണങ്ങളുള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള താല്പര്യം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പൂർവികമായിട്ടുള്ള സ്വത്ത് അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും പൂയ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.